ഹായ് ഫ്രണ്ട്സ്, കേരള PSC ലൈഫ് സയൻസ് എക്സാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അണ്ടറിൽ PSC വിളിച്ചിട്ടുള്ള ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന തസ്തികയിലേക്കുള്ള ഒരു ക്ലാസ്സാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ ചുറ്റുമുള്ള വാട്ടർ ബോഡീസിൽ നമ്മൾ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഫോം ചെയ്യുന്ന ഓക്സിജൻ, ഫോട്ടോസിന്തസിസ് വഴി ഫോം ചെയ്യുന്ന ഓക്സിജൻ ഡിസോൾഡ് ഫോമിൽ അല്ലെങ്കിൽ ഡിസോൾഡ് ഓക്സിജനായിട്ട് ആ വാട്ടർ ബോഡീസിൽ തന്നെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനിൽ നിന്ന് കുറേയൊക്കെ ഡിഫ്യൂസ് ചെയ്ത് നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് ഇറങ്ങി അതൊരു ഡിസോൾഡ് ഫോമിലായിട്ട് നമ്മുടെ ഓക്സിജൻ ആ വാട്ടർ ബോഡീസിൽ കാണുന്നത് കൊണ്ടാണ് വാട്ടർ ബോഡീസിൽ കുറേ ലൈഫ് ഫോംസ് സർവൈവ് ചെയ്യുന്നത്. പക്ഷേ നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ മാൻമെയ്ഡ് ആയിട്ടുള്ള കുറേ ഓർഗാനിക് മെറ്റീരിയൽ വാട്ടറിലേക്ക് വരുന്നത് കൊണ്ട് അവിടെയുള്ള എയറോബിക് മൈക്രോ ഓർഗാനിസം, വാട്ടറിൽ തന്നെയുള്ള എയറോബിക് മൈക്രോ ഓർഗാനിസം ഈ ഓക്സിജൻ, ഈ ഡിസോൾഡ് ഓക്സിജൻ കൺസ്യൂം ചെയ്തുകൊണ്ട് ഈ ഓർഗാനിക് മാറ്ററിനെ ഡീഗ്രേഡ് ചെയ്യും. നമ്മൾ സാധാരണ സോയിൽ ബാക്ടീരിയാസ് ഓർഗാനിക് മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ കാണപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയലിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്ന പോലെ തന്നെ വാട്ടറിലും ഈ ഡീഗ്രേഡേഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡുമാക്കി മാറ്റും. പക്ഷേ അവിടെ ഓക്സിജൻ കൺസ്യൂം ചെയ്തുകൊണ്ടാണ് ഈ എയറോബിക് മൈക്രോ ഓർഗാനിസംസ് ഈ ഡീഗ്രേഡേഷൻ പ്രോസസ്സ് നടക്കുന്നത്. എയറോബിക് ട്രീറ്റ്മെൻറ്റ് വഴിയാണ് ഈ ഒരു ഡീഗ്രേഡേഷൻ നടക്കുന്നത്. ഇങ്ങനെ ഈ എയറോബിക് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് പൊല്യൂഷൻ്റെ ലെവല് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്യുന്നു. ആ വാട്ടർ സാമ്പിൾ ഒരു ടെമ്പറേച്ചറിൽ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഗിവൺ ടൈം, ഒരു ടൈം പീരീഡിലേക്ക് നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ഈ ഇൻക്യുബേറ്റ് ചെയ്തിട്ട് നമ്മളത് വാട്ടറിൽ ഫസ്റ്റ് ഇനീഷ്യൽ ഓക്സിജനും എമൗണ്ട് ഓഫ് ഓക്സിജനും ഫൈനൽ എത്രയാണ് എമൗണ്ട് ഓഫ് ഓക്സിജനും എന്ന് മെഷർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് പറയാം എത്രത്തോളം ഓക്സിജൻ ഈ എയറോബിക് മൈക്രോ ഓർഗാനിസം കൺസ്യൂം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പൊല്യൂഷൻ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം, കൂടുതൽ BOD കാണിക്കുന്ന ഒരു വാട്ടർ സാമ്പിൾ കൂടുതൽ പൊല്യൂട്ടഡ് ആണ്. കുറച്ച് BOD കാണിക്കുന്നതെങ്കിൽ, BOD വാല്യൂ ആണ് കാണിക്കുന്നതെങ്കിൽ അത് ഫ്രഷ് വാട്ടറാണ്, ലെസ് പൊല്യൂട്ടഡ് ആണ്. അപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് BOD ടെസ്റ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് സോയർ ആൻഡ് മെക്കാർട്ടിയാണ് 1978. ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് BOD ടെസ്റ്റ് ചെയ്യുന്നത് 5 days ഇൻക്യുബേഷൻ ടൈം കൊടുത്തിട്ടാണ്. 20 ഡിഗ്രി അല്ലെങ്കിൽ 20 ഡിഗ്രിയിലാണ് നമ്മൾ ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ ഓക്സിജൻ്റെ എമൗണ്ട് ഓഫ് ഓക്സിജൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മില്ലിഗ്രാം ഓഫ് ഓക്സിജൻ പെർ ലിറ്ററിലാണ്. അപ്പോൾ ഈ ഒരു എമൗണ്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് മില്ലിഗ്രാം ഓഫ് ഓക്സിജൻ പെർ ലിറ്റർ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു യൂണിറ്റ് യൂസ് ചെയ്യാം, PPM, പാർട്സ് പെർ മില്യൺ. സെയിം ആണ് 1 മില്ലിഗ്രാം ഓഫ് ഓക്സിജൻ പെർ ലിറ്റർ ഈക്വൽ ടു 1 ppm. അപ്പോൾ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് മെത്തേഡിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത BOD വാല്യൂസ് എന്തൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു നോക്കാം. 1 to 2 ppm അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 1 to 2 മില്ലിഗ്രാം പെർ ലിറ്റർ ഓക്സിജനാണ് അതിനകത്തുള്ളതെങ്കിൽ, BOD കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഉള്ളതെങ്കിൽ വെരി ഗുഡാണ്. അതായത് ഫ്രഷ് വാട്ടറാണ്, ഓർഗാനിക് വേസ്റ്റിൻ്റെ കണ്ടൻറ്റ് കുറവാണ്. ഇനി മോഡറേറ്റ്ലി ക്ലീൻ ആയിട്ടുള്ള വാട്ടറിൽ 3 to 5 ആണ് ppm. ഇനി പുവർ അല്ലെങ്കിൽ സംവാട്ട് പൊല്യൂട്ടഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ആണ് ആ വാട്ടറിനെങ്കിൽ 6 to 9 ആയിരിക്കും. ഇനി വെരി പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ആണെങ്കിൽ 100 ഓർ ഗ്രേറ്റർ. അപ്പോൾ BOD കൂടുന്തോറും പൊല്യൂഷൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാണ്. BOD കുറഞ്ഞത് നല്ല വാട്ടറും പ്യുവർ വാട്ടറാണ്. ഇങ്ങനെയാണ് BODയുടെ ലെവൽ ഓഫ് ഇൻഡിക്കേഷൻ വരുന്നത്. പൊല്യൂഷൻ എങ്ങനെയാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ അർബനൈസേഷൻ അല്ലെങ്കിൽ ഇൻക്രീസിങ് പൊല്യൂഷൻ കൊണ്ട് ഒരുപാട് സീവേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് വാട്ടർ ക്വാളിറ്റീനെ ഒരുപാട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കൂടാണ്ട് ഡിസ്ചാർജ് ചെയ്യുന്ന ഈ സീവേജ് വാട്ടർ ബോഡീസിലുള്ള BODയുടെ
എമൗണ്ട് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഒരുപാട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുവഴി പാത്തജൻ്റെ എമൗണ്ട് കൂടും. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനും അത് പ്രശ്നമായിട്ട് വരും. അപ്പോൾ അക്വാട്ടിക് ലൈഫിന് മാത്രമല്ല നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനും വാട്ടർ പൊല്യൂഷൻ അല്ലെങ്കിൽ BODയുടെ ഇൻക്രീസ് ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് റിലീസ് ചെയ്യുകയാണെങ്കിൽ BOD അങ്ങനെ ഇൻക്രീസ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ BOD ഇൻക്രീസ്ഡ് ആയിട്ടുള്ള വാട്ടറിൽ അക്വാട്ടിക് ലൈഫിന് പ്രശ്നമാവും, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഈ ഫാക്ടറികളിലും ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് വെക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള വാട്ടറാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ BOD നമുക്ക് ഒരുപാട് ഡിക്രീസ് ചെയ്ത് വാട്ടർ ബോഡീസിലെ അക്വാട്ടിക് ലൈഫിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഹ്യൂമൻ ബീയിങ്സിനും ഹാംലെസ് ആയിരിക്കും അങ്ങനെ വാട്ടർ റിലീസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതെന്തൊക്കെയാണ് ആ മെത്തേഡ്സ് എന്ന് നോക്കാം. നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്. നമ്മൾ സെഡിമെൻറ്റേഷനും ഫിൽട്രേഷനൊക്കെ വഴി ലാർജ് പാർട്ടിക്കിൾസ് ആദ്യം റിമൂവ് ചെയ്യും. പിന്നെ എയറേഷൻ അല്ലെങ്കിൽ അജിറ്റേഷൻ വഴി ഡിസോൾഡ് ഓക്സിജൻ്റെ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യും. ഡിസോൾഡ് ഓക്സിജൻ്റെ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്തതിലേക്ക് നമുക്ക് പാത്തോജൻസ് അല്ലെങ്കിൽ മൈക്രോബ്സിൻ്റെ കണ്ടൻറ്റ് കുറക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലോറിനേഷൻ അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ വഴി നമ്മൾ ഈ ക്ലോഗായിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോബ്സിനെ ഒരുപാട് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള പാത്തോജൻസും ഒക്കെ റിമൂവ് ആയിട്ടുണ്ടാവും. അതിനുശേഷം മാത്രം നമ്മൾ നമ്മുടെ വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. ഇതാണ് നമുക്ക് ഒരു പ്രോസസ്സ് വരുന്നത് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ. അപ്പോൾ ഇത് കൂടാതെ ഓൾട്ടർനേറ്റീവായിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. അഡ്വാൻസ് ഓക്സിഡേഷൻ പ്രോസസ്സാണ് BOD വാട്ടറിൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അത് നമ്മൾ ചെയ്യുന്നത് ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴിയാണ്. അപ്പോൾ വാട്ടറിൽ നമ്മളൊരു പർട്ടിക്കുലർ കെമിക്കൽ ആഡ് ചെയ്യും. ആ ഒരു കെമിക്കൽ അത് ഓസോൺ ആവാം, ഹൈഡ്രജൻ പെറോക്സൈഡ് ആവാം. ആ ഒരു റിയാക്ഷൻ വഴി ഹൈഡ്രോക്സി റാഡിക്കിൾസ് OH റാഡിക്കിൾസ് ഫോം ചെയ്യും. ഈ OH റാഡിക്കിൾസ് നമ്മുടെ ഓർഗാനിക്കോ അല്ലെങ്കിൽ സംടൈംസ് ഇൻഓർഗാനിക് മെറ്റീരിയൽസിനെ അത് ഡീഗ്രേഡ് ചെയ്ത് ഓക്സിഡൈസ് ചെയ്ത് നമ്മുടെ വേസ്റ്റ് വാട്ടറിനെ ആ ഒരു ഓർഗാനിക് കണ്ടൻറ്റ് റിമൂവ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് കെമിക്കൽ ഓക്സിഡേഷൻ വഴി നമ്മൾ നമ്മുടെ വാട്ടറിലുള്ള ഇംപ്യൂരിറ്റീസിനെ അല്ലെങ്കിൽ വേസ്റ്റിനെ റിമൂവ് ചെയ്യുമ്പോഴേക്കും അത് പിന്നീട് എയറോബിക് ഓർഗാനിസംസ് ഡീഗ്രേഡ് ചെയ്യേണ്ടി വരുന്നില്ല, BOD ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് അഡ്വാൻസ് ഓക്സിഡേഷൻ പ്രോസസ്സ്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് പ്രോസസ്സാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് കെമിക്കൽസ് ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ പല ടൈപ്സ് ഓഫ് അഡ്വാൻസ് ഓക്സിഡേഷൻ പ്രോസസ്സാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഒന്നാണ് ഫെൻറ്റൺ പ്രോസസ്സ്. ഫെൻറ്റൺ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അതേപോലെ തന്നെ ഒരുപാട് UV ബേസ്ഡ് ആയിട്ടുള്ളതും ഓസോണൈസേഷൻ ബേസ്ഡ് ആയിട്ടുള്ളതും അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം ഒരുമിച്ച് പറയുന്നതാണ് അഡ്വാൻസ് ഓക്സിഡേഷൻ പ്രോസസ്സ്. കൊയാഗുലേഷനാണ് BOD റെഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡ്. പൊല്യൂട്ടൻസ് സാധാരണ ഒരു കൊളോയിഡൽ ഫോംസിലാണ് നമുക്ക് കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊളോയിഡൽ ഫോംസിൽ ഇരിക്കുന്നതുകൊണ്ട്. അപ്പോൾ അത് താഴെ സെഡിമെൻറ്റഡ് ഫോംസിൽ വരുവാണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസാണ് കൊയാഗുലൻസ് എന്ന് പറയുന്നത്. അത് പൊല്യൂട്ടൻസിനെ ട്രാപ്പ് ചെയ്ത് താഴെ സെറ്റിൽ ചെയ്യിപ്പിക്കും. അവിടെ നിന്ന് നമുക്ക് പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാം. അങ്ങനെ ഉപയോഗിക്കുന്ന കൊയാഗുലൻസാണ് ആലം, അലുമിനിയം സൾഫേറ്റ് അല്ലെങ്കിൽ ആലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാറ്റയോണിക് പോളിമേഴ്സൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കൊയാഗുലൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലോക്കുലേഷൻ നമ്മുടെ കൊയാഗുലേഷന് സിമിലർ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഫ്ലോക്കുലേഷൻ്റെ കേസിൽ അത് ചാർജ് ഫോം ചെയ്ത് ഒരു ലാർജ് മാസ്സായിട്ട് പൊല്യൂട്ടൻസിനെ ട്രാപ്പ് ചെയ്യും. ഈ ലാർജ് മാസ്സായിട്ടുള്ള പൊല്യൂട്ടൻ്റ് സെഡിമെൻ്റ് ചെയ്യും. ലാർജ് മാസ്സാകുമ്പോൾ എന്തായാലും സെഡിമെൻ്റ് ചെയ്യുമല്ലോ. ആ ഒരു മെത്തേഡാണ് ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതിന് യൂസ് ചെയ്യുന്ന ഏജൻറ്റിനെ ഫ്ലോക്കുലൻസ് എന്നാണ് പറയുന്നത്. നാച്ചുറലായിട്ടുള്ള ഫ്ലോക്കുലൻസും ഉണ്ട്, ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ കെമിക്കൽ ഫ്ലോക്കുലൻസും ഉണ്ട്. നാച്ചുറലായിട്ടുള്ളതാണ് കൈറ്റോസാൻ അല്ലെങ്കിൽ ഇൻസിൻ ഗ്ലാസ് എന്നൊക്കെ പറയുന്നത് നാച്ചുറലായിട്ടുള്ള ഫ്ലോക്കുലൻസാണ്. ഇനി ആർട്ടിഫിഷ്യലല്ല കെമിക്കൽ ഫ്ലോക്കുലൻസാണ് നമ്മൾ ഫെറിക് സൾഫേറ്റ്. അതൊക്കെയാണ് ഫ്ലോക്കുലൻസിന് എക്സാമ്പിൾ. അങ്ങനെ ഫ്ലോക്കുലൻസ് വഴി ഉണ്ടാകുന്ന ലാർജ് മാസിനെ നമ്മൾ
ഫ്ലോക്സ് എന്ന് പറയുന്നുണ്ട്, ഫ്ലോക്സ്. ഇനി വേറൊരു മെത്തേഡാണ് നമ്മുടെ ആക്ടിവേറ്റഡ് കാർബൺ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്. ആക്ടിവേറ്റഡ് കാർബൺ യൂസ് ചെയ്ത് നമ്മൾ അറ്റ്മോസ്ഫിയറിലെ എയറിനെ പ്യൂരിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ സ്മെല്ലൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് ആക്ടിവേറ്റഡ് കാർബൺ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വാട്ടറിലെ പൊല്യൂട്ടൻസിനെ റിമൂവ് ചെയ്യാനും നമുക്ക് ആക്ടിവേറ്റഡ് കാർബൺ യൂസ് ചെയ്യാം. അപ്പോൾ വാട്ടറിലുള്ള പൊല്യൂട്ടൻസിനെ ഇത് അബ്സോർബ് ചെയ്യും. വലിയ മെക്കാനിസം ഒന്നുമില്ല. അത് അബ്സോർബ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് മാറ്റി നമ്മളൊരു ഫിൽട്ടർ ചെയ്ത് നമ്മുടെ പ്യുവർ വാട്ടർ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഇതാണ് അതിനകത്ത് വരുന്ന മെക്കാനിസം. ഫ്ലോക്കുലേഷൻ്റെ തന്നെ വേറൊരു മെത്തേഡാണ്. അവിടെ ഫ്ലോക്കുലൻസ് യൂസ് ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെ കാഥോഡും ആനോഡും ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോഡ്സ് വെച്ചിട്ട് നമ്മൾ പൊല്യൂട്ടൻസിനെ ചാർജിൻ്റെ ബേസിൽ നമ്മൾ സെഡിമെൻറ്റ് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് ഇലക്ട്രോഫ്ലോക്കുലേഷൻ. ഇനി വരുന്ന BOD കുറയ്ക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് അപ്ഫ്ലോ അനേറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ് റിയാക്ടർ. അപ്പോൾ ഈ ഒരു ബയോ റിയാക്ടർ അല്ലെങ്കിൽ ഈ ഒരു റിയാക്ടർ ബയോഗ്യാസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ആ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അനേറോബിക് ആയിട്ടുള്ള ഓർഗാനിസംസിൻ്റെ ഒരു ബെഡ്, ഒരു സ്ലഡ്ജ് ബെഡ് അതിനുണ്ട്. ആ സ്ലഡ്ജ് ബെഡിൽ ഈ ഒരു സ്പിരിക്കൽ ഷേപ്പിൽ അല്ലെങ്കിൽ ബയോഫിലിംസ് സ്പിരിക്കൽ ഷേപ്പിൽ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഫോം ചെയ്യാനായിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം സമയമെടുക്കും. അപ്പോൾ നമ്മുടെ ഇൻഫ്ലുവൻ്റ് അതായത് വേസ്റ്റ് വാട്ടർ നമ്മൾ ഇതിൽ കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ അനേറോബിക് ഓർഗാനിസംസാണ് ഈ വേസ്റ്റ് വാട്ടറിലുള്ള ഓർഗാനിക് കണ്ടൻറ്റിനെ ഓക്സിഡൈസ് ചെയ്ത് ബയോഗ്യാസ് മീഥേനായിട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ബെനഫിറ്റും കൂടെയാണ്. മീഥേൻ ഗ്യാസ് നമുക്കതിൽ നിന്ന് ഒരുപാട് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റഡ് ആയിട്ട് പുറത്തേക്ക് വരുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീഥേൻ തന്നെ നമുക്ക് യൂസ് ചെയ്ത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ പ്രവർത്തിക്കാം. ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെൻറ്റിന് ആവശ്യമായിട്ടുള്ള അതിനകത്ത് ബാഫിൾസ് ഉണ്ട്, അജിറ്റേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് തന്നെ കിട്ടുന്ന ഔട്ട്പുട്ടായ ബയോഗ്യാസ് വഴി നമുക്കത് പ്രവർത്തിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് ചിലവ് മാത്രമേ ഉള്ളൂ. പിന്നീട് അതിൻ്റെ മെയിൻ്റനൻസ് അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് അപ്ഫ്ലോ അനേറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ് റിയാക്ടർ. ഇനി റിവേഴ്സ് ഓസ്മോസിസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്. അതിനകത്ത് നമ്മൾ പ്രഷറൈസ് ചെയ്ത് ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ വാട്ടറിനെ കടത്തിവിടും. അപ്പോൾ പൊല്യൂട്ടൻസ് ഒരു സൈഡിൽ ട്രാപ്പാവും, മറ്റേ സൈഡിൽ പ്യുവർ വാട്ടർ കിട്ടും. ഓസ്മോസിസിൽ സാധാരണ നടക്കുന്നത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തേക്ക് വാട്ടറിൻ്റെ മൂവ്മെൻ്റ് ആണ്. ഇവിടെ പ്രഷറൈസ് ചെയ്യുന്നത് കൊണ്ട് പൊല്യൂട്ടൻസ് ഒരു ഭാഗത്തും പ്യുവർ വാട്ടർ മറുഭാഗത്തേക്കും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അതാണ് റിവേഴ്സ് ഓസ്മോസിസ് മെത്തേഡ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ദ സ്റ്റാൻഡേർഡ് BOD ഓഫ് വാട്ടർ ഈസ് ടേക്കൺ ഫോർ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എത്ര ദിവസത്തേക്കാണ് നമ്മൾ സ്റ്റാൻഡേർഡ് BOD ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്? 5 ഡേയ്സിലേക്കാണ് നമുക്ക് സ്റ്റാൻഡേർഡ് BOD ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. എത്ര ഡിഗ്രിയാണ്? 20 ഡിഗ്രിയാണ് നമ്മൾ ടെമ്പറേച്ചർ ഇൻക്യുബേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓഫ് ട്രീറ്റഡ് വാട്ടർ ഷുഡ് ബി nil less than 30 ppm, less than 50 ppm, less than 100 ppm. എൻ്റെ ആൻസർ വരുന്നത് നില്ലാണ്. നമ്മുടെ വാട്ടർ ട്രീറ്റ് ചെയ്ത വാട്ടറിന് എപ്പോഴും ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് 0 ആയിരിക്കണം. അപ്പോൾ അത്രയും പ്യുവറായിട്ടുള്ള വാട്ടർ മാത്രമേ ട്രീറ്റ്മെൻറ്റിന് ശേഷം മാത്രമേ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ബൈ aerobic bacteria which cause the aerobic biological decomposition of sewage is known as, നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൻ്റെ ആൻസറാണ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. അടുത്തതൊരു കാൽക്കുലേഷനാണ്. എ സീവേജ് സാമ്പിൾ ഈസ് ഹാവിംഗ് ഇനീഷ്യൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 10 mg per liter, ഫൈനൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 2 mg per liter and the dilution to 1%. The BOD of the given sewage sample would be, നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. 8 mg per liter, 10 mg per liter, 100 mg per liter, 800 mg per liter. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. BOD കണ്ടുപിടിക്കാനുള്ള ഫോർമുല BOD ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ DO മൈനസ് ഫൈനൽ DO ഇൻറ്റു ഡൈലൂഷൻ ഫാക്ടർ. അവിടെ ഡൈലൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ഡൈലൂട്ടഡ് സാമ്പിൾ ഡിവൈഡ് ബൈ വോളിയം ഓഫ് അൺഡൈലൂട്ടഡ് സാമ്പിൾ.
നമുക്കിവിടെ തന്നിരിക്കുന്നത് 1% സൊല്യൂഷനാണ്. അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സാമ്പിൾ തന്നിട്ടുണ്ട്. ആ സാമ്പിളിൽ നിന്ന് 1 ml ബാക്കി 99 ml നമ്മൾ ബ്ലാങ്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്റ്റൽ വാട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റൽ വാട്ടർ ആയിരിക്കും അതിനകത്ത് 199 ml. ഇപ്പോൾ ഒരു റോ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ഡൈലൂട്ടഡ് സാമ്പിൾ, അപ്പോൾ നമുക്ക് 100 ml എന്നെടുക്കാം. ടോട്ടൽ 100, 1 + 99. പിന്നെ നമുക്ക് വോളിയം ഓഫ് അൺഡൈലൂട്ടഡ് സാമ്പിൾ, അത് 1 ആണ്. അപ്പം നമ്മുടെ ഡൈലൂഷൻ ഫാക്ടർ = 100/1 വരും. അപ്പോൾ 100 ആണ് നമ്മുടെ ഡൈലൂഷൻ ഫാക്ടർ. ഇനി നമ്മുടെ ഇനീഷ്യൽ DOയും ഫൈനൽ DOയും മൈനസ് ചെയ്യണം. എന്നിട്ട് ഡൈലൂഷൻ ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇനീഷ്യൽ DO 10 - 2, അപ്പോൾ നമുക്ക് 8 വരും. 8 × 100 800 mg/L. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയ ആൻസർ. 4th ഓപ്ഷൻ 800 mg/L. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഇന്ന് BODനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് വേണ്ടത്. PSCയുടെ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് സിലബസ് വന്നിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. ബാക്കിയുള്ള ചാനലുകളിൽ നല്ല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ലൈവ് സെഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സിലബസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തു തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.